ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബീഫും ചീസും ഒക്കെ വെച്ചിട്ട് സൂപ്പറായിട്ടൊരു സോഫ്റ്റ് സ്റ്റഫ്ഡ് ബ്രെഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കൊരു മാവ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം ചൂടുള്ള വെള്ളം എടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഈസ്റ്റും 1 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ എടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ ഓയിലും ചേർത്ത ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഇതൊന്ന് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് ഇതൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 ബ്രെഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഞാനിവിടെ ഒരു സവാളയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ബീഫ് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയതും ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി അല്ലി, ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മസാല ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മല്ലിയിലയും ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ബീഫിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈര് നമുക്കിതിൽ 2-3 ടീസ്പൂൺ ചേർത്തിട്ട് അതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് ബീഫ് മസാലയും 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ആ ബീഫ് ഒന്ന് വെന്ത് കിട്ടുന്ന വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാവ് 4 ചെറിയ ചെറിയ ബോളാക്കിയിട്ട് 4 ബോളാക്കി വെക്കണം. എന്നിട്ടിതൊന്ന് പകുതി പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ അതിന് മേലെ ബീഫിൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിന് മേലായിട്ട് ചീസും ചേർത്തിട്ട് ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഉരുളയാക്കിയിട്ട് പരത്തിയെടുക്കണം. ഇത് പരത്തിയെടുക്കുമ്പോൾ വളരെ പതുക്കെ വേണം കേട്ടോ ചെയ്യാൻ. ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത വിധത്തിൽ പതുക്കെ പരത്തി തിരിച്ചിട്ടെടുത്ത് പരത്തി അങ്ങനെ 2 പുറം തിരിച്ചു മറിച്ചിട്ട് പരത്തിയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ് പുറത്തൊന്ന് ചെറുതായിട്ട് കാണുന്ന വിധം ആകുന്നത് വരെ ഒന്ന് പരത്തിയും കൊണ്ടിരിക്കണം. ഇടയിൽ പരത്തിയും കൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ വെച്ചിട്ട് പരത്തി കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് ബട്ടർ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ടൊന്ന് 2 പുറം തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുക്കണം. അതിനിടയിലായിട്ട് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഓയിലൊന്ന് അതിന് പുറത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ബീഫ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.